നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജൂൺ മാസം 19-ാം തീയതി, 1200-ാം ആണ്ട് മിഥുന മാസം 5-ാം തീയതി, വ്യാഴാഴ്ച, ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രം ശുഭ നക്ഷത്രമാണ്. ഇപ്പോൾ ശുഭനക്ഷത്രം അത് മാത്രമല്ല, വ്യാഴാഴ്ച ആഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. വ്യാഴം വാരം ഗുരുവിൻ്റെ ദിവസമാണ്. ലക്ഷം ദോഷം ഗുരുഹന്തി. ലക്ഷം ദോഷം ഉണ്ടെങ്കിലും ഗുരു മാറ്റിത്തരും. അപ്പോൾ ഗുരുവിൻ്റെ ദിവസം ശുഭനക്ഷത്രം കൂടി വന്നതുകൊണ്ട് ശുഭകാര്യങ്ങൾക്കെല്ലാം ഇന്നത്തെ ദിവസം അനുകൂലപ്രദമാണ്. അതുപോലെ തന്നെ നമുക്ക് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ അവസ്ഥ, മിഥുന മാസത്തിലെ ഉത്രട്ടാതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് എന്തൊക്കെ തന്നെ സാമ്പത്തിക ബാധ്യത നിന്നെങ്കിൽ തന്നെയും അതിനെല്ലാം ശമനം ഉണ്ടാവും. അതുപോലെ അപ്രതീക്ഷിത ധനം വരും. പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ്, മറ്റ് ഊഹ കച്ചവടങ്ങൾ, ഷെയർ മാർക്കറ്റ്, ഇതിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലപ്രദമായ ഒരു വർഷമാണ്. സാമ്പത്തിക പുരോഗതിയുടെ ഒരു വർഷം തന്നെയാണ്. നമുക്ക് അത്രയും നേട്ടത്തെ പ്രദാനം ചെയ്യുന്ന ഒരു വർഷമാണ് നമുക്ക് പ്രദാനം ചെയ്തു തന്നിരിക്കുന്നത്. അപ്പോൾ പുരോഗതിയോടുകൂടി, ഉയർച്ചയോടുകൂടി തന്നെ ജീവിക്കാൻ ഇടവരുന്ന അവസ്ഥാവിശേഷം നമ്മളെ ഇതിൽ പ്രകാരം കാണുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു വർഷത്തെ നിങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കണം. കാരണം നമുക്ക് നല്ല സമയമൊന്നും കേട്ടാൽ പോരാ, ആ നല്ല സമയത്തെ വർക്കൗട്ട് ചെയ്യണം. എപ്പോഴും കിട്ടത്തില്ല. അതുകൊണ്ട് കിട്ടുന്ന പീരീഡിനെ നമുക്ക് വളരെ അനുകൂലപ്രദമാക്കി മാറ്റണം. ഒരാളുടെ ജീവിതത്തിൽ ഒരു 80-85 വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ അതിലൊരു 1/3 ഭാഗം സമയം മാത്രമേ നമുക്ക് നല്ല സമയം കിട്ടുകയുള്ളൂ. ആ നല്ല സമയത്തെ വിനിയോഗിക്കുന്നവനാണ് വിജയിക്കണേ. നല്ല സമയം അറിയുന്നതിലാണ് കാര്യം. നമുക്ക് നല്ല സമയം നാളെ വരും എന്ന് നമ്മൾ വിചാരിച്ചിരിക്കും. സമയം അങ്ങ് കടന്നു പോവുകയും ചെയ്യും. നമ്മൾ അറിയില്ല. ആ വന്ന സമയത്തെ നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കുന്നതിലാണ് ജ്യോതിഷത്തിൻ്റെ പ്രാധാന്യം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. രാവുകാല സമയം വരുന്നത് 1:30 മണി മുതൽ 3 മണി വരെ എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ 2 മണി മുതൽ 3 മണി 35 മിനിറ്റ് വരെയാണ് രാവുകാല സമയം. ഇപ്പോൾ നമുക്ക് 1:30 എന്നും പറഞ്ഞ് ഇറങ്ങിയ രാവുകാലത്ത് 1:30 കഴിഞ്ഞ് പറഞ്ഞിറങ്ങിയ രാവുകാലത്തായിരിക്കും ഇറങ്ങണേ. അതുപോലെ 3 മണി കഴിഞ്ഞ് രാവുകാലം തീർന്നെന്നും പറഞ്ഞ് ഇറങ്ങുമ്പോൾ രാവുകാലത്തിലായിരിക്കും. അതുകൊണ്ട് രാവുകാലം ഓരോ ശുഭയാത്രയ്ക്കും ശ്രദ്ധിക്കണം. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും ശ്രദ്ധിക്കണം. ഗുളികൻ 9:17 തൊട്ട് 10:51 വരെയും, യമകണ്ഠൻ 6:08 തൊട്ട് 7:43 വരെയും. അതുപോലെ അഭിജിത്ത് മുഹൂർത്തം ഇന്നും 12 മണി 1 മിനിറ്റ് തൊട്ട് 12 മണി 49 മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തം. എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമായ സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അതുപോലെ ഓരോ കാര്യത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണം ശ്രദ്ധിച്ചോളുക. ശരിക്ക് യെല്ലോ ഷെയ്ഡായിട്ടുള്ളതോ യെല്ലോ കളർ മിക്സ് ആയിട്ടുള്ളതോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ എല്ലാവർക്കും മഹാഗുരുവിൻ്റെ സഹായത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.